നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത് സരിൻ തന്നെയാണ്. ആള് നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് വന്നു കഴിഞ്ഞാൽ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുള്ള ഒരു ഉറപ്പ്. പാലക്കാട്ടുകാരനാണ്, അപ്പോൾ കൂടുതൽ പാലക്കാട് ജനതയുടെ മനസ്സറിയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ സരിൻ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് ഗുണമായിട്ടുള്ള ഒരു മുന്നേറ്റം എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് സരിനാണ് ക്വാളിഫിക്കേഷനും സാധ്യത LDF-ന്. 33-ാം വയസ്സിൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ചാണ് ഡോക്ടർ പി സരിൻ സജീവ രാഷ്ട്രീയത്തിലെത്തിയത്. ആരാണ് ഡോക്ടർ സരിൻ? നമുക്ക് വിശദമായി നോക്കാം. പാലക്കാട്ടുകാരനാണ്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് ഡോക്ടർ പി സരിൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2007-ൽ MBBS പൂർത്തിയാക്കി. മെഡിക്കൽ വിദ്യാഭ്യാസ കാലത്ത് സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയുടെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു സരിൻ. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും തഴക്കവും പഴക്കവും ഒക്കെ ഉണ്ടെന്നർത്ഥം. 2008-ൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ സരിൻ ആദ്യ അവസരത്തിൽ തന്നെ 555-ാം റാങ്ക് നേടി. പിന്നാലെ ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസിലേക്ക് കയറി. ആദ്യ പോസ്റ്റിംഗ് തിരുവനന്തപുരത്ത്. പിന്നെയുള്ള 4 വർഷം കർണാടകയിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായി പ്രവർത്തിച്ചു. 6 വർഷത്തെ സർവീസിന് ശേഷം 2016-ൽ 33-ാം വയസ്സിൽ സിവിൽ സർവീസ് രാജിവെച്ചു. പിന്നാലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന സരിനെയാണ് നമ്മൾ കാണുന്നത്. ഈ കേരളത്തിലാകെ ഉണ്ടായ മാറ്റത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പാലക്കാടിനും കഴിയണ്ടേ എന്ന ചിന്ത പാലക്കാടിലെ മഹാഭൂരിഭാഗം ആളുകളിലും വന്നിരിക്കുന്നു. ആ ദൗത്യമാണ് ഡോക്ടർ സരിൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഏറ്റെടുത്ത സരിനെയാണ് ജനങ്ങളും വോട്ടർമാരും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. പാലക്കാട്ട് LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹസ്തദാനം നൽകി. ഒരു പകുതി പാലക്കാടിന് പങ്കിട്ടെടുക്കുമ്പോൾ ഇവിടെ ഞങ്ങളൊരു മുഴക്കം കേൾക്കുന്നു. മുഴക്കം മറ്റൊന്നുമല്ല, കടപ്പുറമില്ലാത്ത കടലില്ലാത്ത പാലക്കാടിന്റെ മണ്ണിൽ ഒരു തിരയേറ്റമാണ്. ഡോക്ടർ പി സരിന്റെ തിരയേറ്റമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന LDF-നെ ഡോക്ടർ സരിൻ ജയിക്കായിരിക്കും, അതാണ് തോന്നുന്നത്. മത്സരമുണ്ട്, എന്നാലും കുഴപ്പമില്ല, സരിൻ ജയിക്കും, സംശയമൊന്നുമില്ല. LDF-ന്റെ സ്ഥാനാർത്ഥി പി സരിനാണ്. കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന അവരുടെ നയങ്ങളിൽ വേവലാതി കൊണ്ട് വിട്ടുവന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സരിനാണ് ഇവിടെ വിജയസാധ്യത.